അപ്പൊ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കൈവേദന മാറിയോന്ന് വെച്ചാൽ മാറിയെന്നും മാറിയില്ലേന്ന് വെച്ചാൽ മാറിയില്ല എന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് കോളേജിൽ പോകണം. കൈവേദന കുറഞ്ഞു കണ്ടപ്പോൾ കൈത്തിക്കോടെ ഇട്ടതൊക്കെ മാറ്റി വെച്ചു. എന്തായാലും എനിക്ക് ഇനി അതിട്ട് നടക്കാൻ പറ്റില്ല, കുറെ ഇട്ട് നടക്കണേ. കൈത്തിക്കോടെ സാമാനം ഇട്ട കാരണം നോട്ട് എഴുതാനും പറ്റില്ല, വെറുതെ ഇരിക്കായിരുന്നു ഇത്രയും ദിവസം ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് മുതൽ നോട്ട് എഴുതാന്ന് വെച്ച് തുടങ്ങാന്ന് വെച്ചപ്പോൾ രാവിലെ തന്നെ സെമിനാറുകൾ കൊണ്ടിരുത്തി. ഇവിടെ എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കില്ല. ഞങ്ങൾ ആദ്യം വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകാർ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജൂനിയേഴ്സ് ഒക്കെ വന്നത്. പിന്നെയാണ് മനസ്സിലായത് സിവിൽ ഡിപ്പാർട്ട്മെന്റിന് മാത്രമുള്ള ക്ലാസ്സാണ്. എന്തൊക്കെ സ്മാർട്ടിന്റെ ക്ലാസ് ആണെന്ന് പറഞ്ഞത്. പിന്നെ അതിന്റെ ഇടയിൽ കുറെ പ്ലാനും അത് ഇതൊക്കെ വരച്ചതൊക്കെ ഞങ്ങൾക്ക് കുറെ കാണിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയിൽ ഇവള് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇങ്ങനെ. അതിനുശേഷം വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായി അതിന്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ. അങ്ങനെ പിന്നെ ഫുഡ് എടുക്കാൻ കഴിഞ്ഞാൽ ലൈബ്രറിക്ക് നടക്കലാണ്. ഇതൊക്കെ എന്തിന്റെ കുഞ്ഞാണോ കടന്ന് കരയുണ്ട്. കരഞ്ഞ കൊച്ചിനെ പിടിച്ച് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി 2 മിഠായി മേടിച്ചു കൊടുത്തു. എന്നൊക്കെ പ്രായമുണ്ട് ഈ 3 എന്നിട്ട് കുഞ്ഞു പിള്ളേർ കളിക്കുക. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് മാറി വേറെ പിള്ളേരോട് സംസാരിക്കാൻ പോയി. ഇതാണ് എന്റെ കൂട്ടുകാരൻ, എന്നെ പോലെ ഒരു പൊട്ടൻ. അങ്ങനെ പിന്നെ ബ്രേക്കും കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ ബലൂൺ ആരെങ്കിലും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ 3 മിസ്സുമാർ പോവാണ്. ഒരു 3 പേരും പോവാണല്ലോ. അവർക്ക് 3 പേർക്കും വേണ്ടിയുള്ള ചെറിയൊരു പരിപാടിയാണ്. വലിയ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. 3 പേർക്കും കൂടി മുറിക്കണ്ടേ, പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾക്കും കഴിക്കണ്ടേ. അതിൽ 2 മിസ് ബിടെക് പഠിപ്പിക്കാനും അതിലൊരു മിസ് ബിടെക് പഠിക്കാനും വേണ്ടിയിട്ടാണ് പോണേ. ബിടെക് പഠിക്കാൻ പോണ മിസ്സിന് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു ചുരിദാറിന്റെ ടോപ്പ്. മിസ്സിന് ഭയങ്കര സന്തോഷമായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ പരിപാടി കഴിഞ്ഞ് ചെല്ലേക്കൂടെ നോക്കി കൊടുക്കത്ത മഴയുടെ ഇടയിൽ ഒരാൾ ഓടിപ്പോണു. അങ്ങനെ പിന്നെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് കാണും. ഇന്ന് ക്ലാസ്സിൽ പോകണ്ടെന്ന് വിചാരിച്ചാൽ പോകാണ്ടിരുന്ന കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ. വെള്ളിയാഴ്ചത്തെ ക്ലാസ്സും കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ ലീവാണ്. അതിന്റെ സന്തോഷത്തിലാണ് വീട്ടിൽ കയറി പോകണം. ഇനി 2 ദിവസം കഴിഞ്ഞ് കോളേജിൽ പോയാൽ മതിയല്ലോ. ക്ലാസ്സിൽ പോയാൽ എഴുതേണ്ടി വരും പഠിക്കേണ്ടി വരുമല്ലോ എന്ന് വെച്ചാൽ മടി പിടിച്ചിട്ടാണ് പോയത് ഇന്ന്. പക്ഷെ ഇന്നത്തെ ദിവസം എഴുതലുണ്ടായില്ല പഠിക്കലുണ്ടായില്ല, ഒക്കെ വെറുതെ ഇരിക്കലായിരുന്നു. അപ്പൊ ഓക്കെ ബൈ.